ബോഡോലാൻഡ് തീവ്രവാദിയെന്ന് സംശയിക്കുന്ന യുവാവിനെ കൊല്ലത്ത് പിടികൂടി. അസം സ്വദേശി റിജീന വഹമത്രിയെയാണ് മിലിറ്ററി ഇന്റലിജൻസും കേരള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ചേർന്ന് പിടികൂടിയത്. ഇയാളെ അസം പോലീസിന് കൈമാറുമെന്ന് കൊല്ലം പോലീസ് കമ്മീഷണർ അറിയിച്ചു. 2 ദിവസം മുൻപാണ് കശുവണ്ടി ഫാക്ടറിയിലെ ജോലിക്കായി റെജീന വഹമത്രി കൊല്ലത്തെത്തിയത്. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് കടന്നെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കേരള പോലീസിന്റെ സഹായത്താൽ റെജീന വഹമത്രിയെ പിടികൂടുകയായിരുന്നു. ഇയാൾ കഴിഞ്ഞ വർഷം അസാമിലെ ബോഡോലാൻഡിൽ നടന്ന 2 കൂട്ടക്കുരുതികളിൽ നേരിട്ട് പങ്കെടുത്ത ബോഡോ തീവ്രവാദിയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. ഈ ഒരു ബോഡോ തീവ്രവാദികൾ ഇവിടെ കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുന്നതായിട്ടൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ അറിയിച്ചു. അത് അവരെ പിടിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ച് ACP റെക്സിനെ ചുമതലപ്പെടുത്തി. കേസ് അസമിലായതിനാൽ അസം പോലീസിനാകും ഇയാളെ കൈമാറുക. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമേ തീവ്രവാദമെന്ന് സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. റിജീന വഹമത്രിയെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് കയറാൻ സഹായിച്ച മറ്റൊരു അസംകാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാൾക്ക് ബോഡോ തീവ്രവാദികളുമായി ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.